ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടി ഇറക്കി കഴിഞ്ഞു കേട്ടോ. ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരുന്നു. വണ്ടിയുടെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് 4 സ്പാർക്ക് പ്ലഗ് ഉണ്ട് കേട്ടോ. അതിൽ 2 സീനായിരുന്നു. ഒരെണ്ണം മൊത്തം ചത്ത്, ഒരെണ്ണം ഒടിഞ്ഞ് അകത്തോട്ടിരുന്നെന്ന് പറഞ്ഞു. സത്യത്തിൽ എൻജിൻ മൊത്തം ഇളക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഭാഗ്യത്തിന് ആ ഒരു അവസ്ഥ എത്തിയില്ല. അതിന് മുമ്പ് ഓക്കെ ആയി. ഇപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ടെസ്റ്റ് റൈഡൊന്നും അടിച്ചില്ല കേട്ടോ. എന്തായാലും ടെസ്റ്റ് റൈഡ് അടിക്കാൻ അവർ ഓടിച്ച് നോക്കി. ഇനിയിപ്പം അവരെക്കാളും എക്സ്പേർട്ട് അല്ല ഞാൻ, എന്നാലും ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം കരുനാഗപ്പള്ളിയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു സീനെന്ന് പറയുന്നത് കൂളൻ്റ് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു കേട്ടോ. അതെൻ്റെ ഒരു പ്രശ്നവും കൂടെയാണ്. കൂളൻ്റ് ഞാൻ ചെക്ക് ചെയ്തില്ല. കൂളൻറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. കൂളൻ്റ് അവർ പറഞ്ഞത് എന്തോ മൊത്തം കളറൊക്കെ മാറി. സാധാ കൂളൻറ്റിൻ്റെ ആ ഒരു ഗ്രീനിഷ് അല്ലായിരുന്നു. ഇത് കടുത്ത ഒരു ഗ്രീൻ കളറിലോട്ടൊക്കെ മാറി. ഫുള്ള് ഒരു ഈ ഒരു എൻ്റെ ഷർട്ടിൻ്റെ കളറിൻ്റെ കണക്കായി. ആ ഒരവസ്ഥയിലൊക്കെ എത്തി. എന്തായാലും ചെറുക്കനെ കിട്ടി. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് തെറിച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ എമൗണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പൊങ്കാലെടുക്കും. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ നിന്ന് തെറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് PMG സെറ്റപ്പ് കേട്ടോ. എന്തായാലും ഇപ്പം പറന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സീനും ഇല്ല കേട്ടോ. കുറച്ച് ഫണ്ടിറക്കിയെങ്കിലും ചെറുക്കനെ നമുക്ക് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. മിററില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. കാരണം ഇത്രയും ട്രാഫിക്കിലൊക്കെ വന്നിട്ട് മിററില്ലാതെ സീനാവുമെന്ന് അറിയത്തില്ല. എന്തായാലും പെതുക്കെ പോവാം, മഴയൊക്കെ ഇല്ലയോ. ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം ഹുഡി അല്ല, ഇതൊരു ടീഷർട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വണ്ടിയിൽ വരാനും എല്ലാം ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഏകദേശം പാരിപ്പള്ളിയിൽ നിന്നാണ് കരുനാഗപ്പള്ളി വണ്ടിയിലോട്ട് കയറിയത്. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കയറിയത് ഒരു ഓർഡിനറി ബസ്സിലായിപ്പോയി. ഓർഡിനറിയിൽ കയറിയിട്ട് എൻ്റെ പൊന്നോ ഇരുന്ന് എൻ്റെ ഭ്രാന്തെടുത്ത് എനിക്ക്. ഒന്നും അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ. എവിടെ എത്തി ഒന്നും അറിയാൻ വയ്യ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. തോന്നിയെടുത്തെല്ലാം നിർത്തി ഒരു പരുവായ വണ്ടി പോണത്. എന്തായാലും നല്ലൊരു പമ്പിൽ കയറി പെട്രോൾ അടിക്കണം. എല്ലാം പവറാക്കി സെറ്റാക്കി കേട്ടോ അവന്മാർ. അടിപൊളിയാക്കി എല്ലാം. അതിൻ്റെ മാറ്റങ്ങൾ കാണാനുണ്ട്. ഈ മൈനാകങ്ങളെ കാര്യം ഇത് വളച്ചെടുത്ത് റോഡിൽ വെച്ചിട്ടാണ് സൈഡിലോട്ട് നോക്കുന്നത് വണ്ടി വരുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ മെയിൻ പ്രശ്നങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ സൈഡിൽ ചെറിയ ഇളവിയിരിക്കുന്ന ക്ലിപ്പൊക്കെ ഇളവിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡ് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഇളവിയതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ് ടു PMG. ഞാനവിടെ പയ്യന്മാരെയൊക്കെ കണ്ട് സംസാരിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു Z800 രൂപയുണ്ട്. കണ്ണുള്ളി പോയി. കാരണം അത് ഇച്ചിരി കൂടെ ഇങ്ങനെ താന്നാണ് ഇരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൻ്റെ ആ ഹെഡ്ലൈൻ്റെ സെക്ഷനൊക്കെ ഇച്ചിരി താന്നാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല അടിപൊളി രസം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഹൈവേ നിന്ന് വലിച്ചെടുത്ത് നോക്കിയേട്ടാ. ഫ്രണ്ടിൽ വേറെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഏതെങ്കിലും വണ്ടി വന്ന് കയറിയിരുന്നേ പണി കിട്ടിയാ. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഞാൻ ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല കേട്ടോ ചെയ്യുന്ന. ഞാനിത് ജസ്റ്റ് ഷോ ഓഫ് അല്ല, ഞാനിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാണ്. പഴയ പവർ ഉണ്ടോ എന്ന് നോക്കിയതാണ്.